നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, അവരുടെ തടസ്സം എന്താണ്, മുന്നോട്ട് ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവരുടെയും ചിലവരുടെ എനർജി ഇതിൽ വരും, ചിലപ്പോൾ അല്ലായിരിക്കും. ഫോഴ്സ്ഫുള്ളി ഒന്നും നമ്മളിലേക്ക് വലിച്ചെടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ കൂടി തന്നെയാണ് ക്യാഷ് അടച്ച് മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് റീഡിങ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് എൻ്റെ മെമ്പേഴ്സിന് ഞാൻ 10 ദിവസം കൂടുമ്പോൾ ഒരു ഗൈഡൻസ് കൊടുക്കുന്നതാണ്. 2 കാർഡ് റീഡിങ്. ഇതിനകത്ത് 2 കാർഡും 3 കാർഡും ഉണ്ട്. അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ. അത് അങ്ങനെയുള്ളവർക്ക്, മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് പേഴ്സണലി വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അത് മെമ്പേഴ്സിന് മാത്രമാണ് കേട്ടോ. അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റീഡറെ സമീപിച്ച് നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി ഒരു ഗൈഡൻസ് ലഭിക്കും, മുന്നോട്ട് നല്ലൊരു വ്യക്തത ലഭിക്കും. ഓക്കെ. അപ്പം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് വേണം റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. ഓക്കെ. നമുക്ക് കാർഡ്സ് എടുക്കാം. പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുക. നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് വളരെ പീസ്ഫുള്ളായിട്ടിരുന്ന് റീഡിങ് കാണുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ്, സിറ്റുവേഷൻ എന്താണ്, അവരുടെ ബ്ലോക്കേജായിട്ട് നിൽക്കുന്നത്. ഫൈവ് ഓഫ് സോൾസ് ആണ്. നിങ്ങളുടെ വ്യക്തിയുടെ ചുറ്റിലും പ്രശ്നങ്ങളാണ്. അവർ ഒരു ക്ലാരിറ്റി ഇല്ല. സോൾസിൻ്റെ എനർജിയാണ്. അപ്പം ചുറ്റിലും മത്സരബുദ്ധിയോടുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ്. സ്വന്തം സിറ്റുവേഷനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ചുറ്റിലും അവർക്കെതിരെയാണ് ആളുകൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിനെ തളരാതെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. തടസ്സം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് വാൺസ് ആണ് കാണിക്കുന്നത്. ആരോടും ഒരു ഊർജം, വാൺസ് എന്ന് പറയുമ്പോൾ ഫയർ എലമെൻ്റാണ്. അത് ഒരു ഊർജമില്ല. ഇപ്പം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നെങ്കിലും ഒന്നിനോടും ഒരു താല്പര്യമില്ല, ഒരു ഊർജം കുറഞ്ഞ ഒരു സാഹചര്യം. നൈറ്റ് ഓഫ് വാൺസ് ആണെങ്കിൽ അമിത ഊർജം, അമിത ദേഷ്യം എന്നുവെച്ചാൽ സാഹചര്യത്തിനനുസരിച്ച് പൊരുതി നിൽക്കുന്നു. പക്ഷെ ആരോടും ഒരു ദേഷ്യവും ഇല്ല എന്നുള്ളതാണ്. ആരോടും ഒരു പ്രത്യേക ഒരു ഫയർ ഇല്ല. സ്വന്തം ഊർജം കെട്ടുപോയ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. വാൺസ് ഫയർ എലമെൻ്റാണ്. സോഴ്സ് ബുദ്ധി എയർ എലമെൻ്റാണ്. സോഴ്സ് എന്ന് പറയുമ്പോൾ എയർ എലമെൻറ്റ്, വാൺസ് എന്ന് പറയുമ്പോൾ ഫയർ എലമെൻറ്റ്. അപ്പം സോഴ്സ് ബുദ്ധിപരമായിട്ട് മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നെങ്കിലും ആരോടും ഒന്നിനും പോകുന്നതോ ഒന്നും വെച്ചാൽ അമിത ആവേശം കാട്ടാനോ ഒന്നിനും പോകുന്നില്ല എന്നുള്ളതാണ് നിൽക്കുന്നത്. പക്ഷേ ആക്ഷൻ എടുക്കും അവർ. വീണ്ടും സോഴ്സിൻ്റെ എനർജിയാണ് വന്നത്. അവർക്ക് വ്യക്തത വേണം, മെൻ്റൽ എനർജി. ഇവർ ഫൈറ്റ് ചെയ്യും എന്നുവെച്ചാൽ ഇവരുടെ സാഹചര്യത്തിന് വെച്ചാൽ അവരുടെ വിജയം വരെ അവർ ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ്. അവരുടെ മനസ്സിലെ കാര്യം നേടിയെടുക്കുന്നിടം വരെ അവർ ഫൈറ്റ് ചെയ്യും, വാശി കാണിക്കും അവർ. എന്നുവെച്ചാൽ അങ്ങനൊരു പ്രകൃതക്കാരാണ്. വാശി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഏതറ്റം വരെയും പോകും. അത് മുന്നും പിന്നും ഒന്നും നോക്കത്തില്ല. അത് വിജയിച്ച് കിട്ടുന്നിടം വരെ അവർ ഫൈറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ഇവർ എന്നുള്ളതാണ്. പക്ഷേ ദേഷ്യമൊന്നും കാട്ടിയില്ലെങ്കിലും ചിലപ്പോൾ മറ്റു പല രീതിക്കായിരിക്കും അവർ ആക്ഷൻ എടുത്ത് നിൽക്കുന്നത്. അവർക്കറിയാം അവർക്ക് കിട്ടേണ്ട കാര്യം നേടിയെടുക്കാനുള്ള ഏതെല്ലാം രീതിയിൽ പോകാൻ പറ്റുമെന്ന് അവർക്ക് അറിയാം. കാരണം അവർക്ക് ബുദ്ധിയുണ്ട്.
ദ മജീഷ്യൻ കാർഡാണ് വന്നേക്കുന്നത്. അവർ വിചാരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എന്തും നേടിയെടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, അവർ വിചാരിക്കുന്നത് അതും കൊണ്ടേ അവർ വരുത്തുള്ളൂ എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ പവറാണ്. അവർ ആഗ്രഹിക്കുന്ന എന്തോ ഒന്നിനെ അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് അവർ നേടിയെടുക്കും. അതിന് മുമ്പിൽ അവർക്ക് എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമായിട്ട് അവരാക്കിയെടുക്കാനുള്ള മാനിഫെസ്റ്റേഷൻ പവർ അവർക്കുണ്ട്. ദ മജീഷ്യൻ ആണ് വന്നേക്കുന്നത്. മേജർ അർഖാന കാർഡാണ്. അതവർ നേടിയെടുക്കും എന്നുള്ളതാണ് ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ അതിന് സമയമെടുക്കും. വീണ്ടും വേൾഡ് ബ്ലോക്കേജ് ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവർ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാനായിട്ട് കുറച്ച് കാലതാമസം എനിക്ക് ഇതിനകത്ത് ഫുൾഫിൽമെൻറ്റ് ഒരു പോസിറ്റീവ് ഇത് പക്ഷേ അതിനൊരു കാലതാമസം നേരിടുന്നു. ഊർജം ഇവർക്ക് ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത്. ഇവരാഗ്രഹിക്കുന്ന കാര്യം അതിനാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് നേടിയെടുക്കാനായിട്ട് കുറച്ചുകൂടെ താമസം എടുക്കും. അതിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ആക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ വിധി അവർക്ക് എതിരായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ മേജർ ആർഖാന കാർഡാണ്. ഒരു ആത്മീയ പാതയിലൂടെയാണ്. അപ്പം അതിന് കുറച്ചുകൂടെ താമസം എടുക്കും ഇവരാഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ എന്നുള്ളതാണ്. അതെ, അതാണ് 5 ഓഫ് പെൻറ്റിക്കിൾസ് സൂചിപ്പിക്കുന്നത്. ഇപ്പം നെഗറ്റീവാണ് എന്ന് വെച്ചാൽ ഇവരെന്തെല്ലാം ചെയ്തിട്ടും അങ്ങോട്ടൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാത്ത ഒരു സാഹചര്യമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇതിപ്പോൾ ഇവർ അനുഭവിക്കേണ്ടതാണ് ഇതൊക്കെ. ഈ ഒരു സാഹചര്യം നിൽക്കുന്നവരും അവർക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് കറണ്ട് സിറ്റുവേഷൻ. ചുറ്റിലും നിൽക്കുന്നവരും ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് ഇവരോട് നിൽക്കുന്നത്. എന്നുവെച്ചാൽ നീ ജയിക്കേണ്ടുന്നത് എനിക്കൊന്ന് കാണണം എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നു. എന്നാൽ ഞാൻ വിട്ടുതരത്തിലിടാന്നും പറഞ്ഞ് ഇവർ നിൽക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അവർ ആക്ഷൻ എടുത്ത് വിജയിപ്പിക്കുന്നവരാണ്. അപ്പം അതിൽ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ്. പുറമേ കാട്ടുന്നില്ല. ദേഷ്യം ഉണ്ടെങ്കിലും പുറമേ കാട്ടുന്നില്ല. കാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു പ്രക്ഷോഭം അവിടെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം ദേഷ്യമൊന്നും കാണിക്കാതെ ഇങ്ങനെ ചിലപ്പം മിണ്ടാതിരിക്കുന്നുണ്ടായിരിക്കാം ആരോടും. ചിലപ്പോൾ ആഹാരമൊന്നും കഴിക്കാണ്ട്, ചിലപ്പം പല രീതിയിൽ അവിടെ പ്രതിരോധ ശക്തി കൊണ്ട് എതിർത്ത് നിൽക്കുകയാണ് അവർ എന്നുള്ളതാണ്. എനിക്കത് ഞാൻ പിടിച്ചടവും കൊണ്ടേ വരുത്തുള്ളൂ, ഇല്ലെങ്കിൽ നടക്കത്തില്ല എന്നുള്ളൊരു രീതിയിൽ. 5 ഓഫ് പെൻറ്റിക്കിൾസ് നഷ്ടബോധമാണ് ഇപ്പം മൊത്തത്തിൽ. എൻ്റെ ജീവിതം അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോയല്ലോ, അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല, നെഗറ്റീവ് മൈൻഡാണ്. 5 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ധനത്തിൻ്റെ ഊർജ്ജമാണ്, എർത്ത് എലമെൻ്റാണ്. എങ്കിലും അവരുടെ സിറ്റുവേഷൻ വെച്ച് മൊത്തത്തിൽ നെഗറ്റീവായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. സാഹചര്യം മോശമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു കാർഡ് സ്കിപ്പ് ചെയ്ത് വീണിട്ടുണ്ട്. യെസ്, കിങ് ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. കാരണം സ്നേഹിക്കുന്നവരെ വിട്ടുകളയുന്നവരല്ല അവരെ വിശ്വസിച്ച് അവരെ സ്നേഹിക്കുന്നവരെ അവർ തിരിച്ചും അതേ അളവിൽ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഒരിക്കലും കിങ് ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്, സ്നേഹത്തിൻ്റെ രാജാവ് എന്നുള്ളത്. കപ്പെന്ന് പറയുമ്പോൾ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. അപ്പം വൈകാരികമായിട്ട് അവർ ഉയർന്ന ചിന്തയാണ് അവർക്ക്. അവരെ ഒരാൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരൊരാളെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പറ്റിക്കത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. പുറമേ ചിലപ്പോൾ നിങ്ങളോടത് കാണിച്ചിട്ടുണ്ടാവില്ല, അല്ലെ കാണിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ സ്നേഹിക്കുന്ന ഒരു ലവ് എനർജി, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത്. അതല്ലെങ്കിൽ ചിലപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ പിന്നെ വീട്ടുകാർ തമ്മിൽ ഇടയ്ക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ അങ്ങോട്ട് അടുപ്പിക്കാൻ സമ്മതിക്കാത്ത അങ്ങനെ ചില ആൾക്കാർ. എന്തായാലും സ്നേഹിക്കുന്നവരുടെ, പരസ്പരം മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുടെ ഒരു എനർജിയാണ് എന്നുള്ളതാണ്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകളയില്ല എന്നുള്ളൊരു വിശ്വാസം രണ്ടുപേർക്കും ഉണ്ട്. അവർക്ക് വേണ്ടി ഇവർ ഫൈറ്റ് ചെയ്യും. നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ സ്നേഹത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരവിടെ മാക്സിമം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് എനിക്ക് ഈ റീഡിംഗ് കൊണ്ട് മനസ്സിലായി. അവർ ചതിക്കത്തില്ല, വിശ്വസിച്ച് നിൽക്കുന്നവരാണ്, ചതിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. സ്നേഹത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ടാണ് ബുദ്ധിപരമായിട്ട് അവർ നീങ്ങുന്നത്. ബുദ്ധി കൊണ്ടേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി നിൽക്കുന്നു എന്നുള്ളതാണ്.
അതെ, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നേക്കുന്നത്. ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് വരുമ്പം ഏകദേശം ഒരു ഫെബ്രുവരി മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഫെബ്രുവരിയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് അടുത്ത വർഷം. അതിനകത്തോടെ എല്ലാം ശരിയായി വരും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരുപാട് മൂല്യം കൽപ്പിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ വില എന്താണെന്ന് നല്ല രീതിയിൽ അറിയാം ഈ വ്യക്തിക്ക്. അതനുസരിച്ചാണ് അവർ നിൽക്കുന്നത്. കാരണം നിങ്ങളെ വിട്ടുകളയാൻ അവർ തയ്യാറല്ല. കാരണം ഫിനാൻസിൻ്റെ ധനത്തിൻ്റെ കാർഡാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾ നല്ലൊരു അവർക്ക് ചേർന്നൊരു വ്യക്തിയാണ്. കാരണം അവരുടെ മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ. അവരുടെ ഒരു വീഴ്ചയിൽ നിങ്ങളവരെ താങ്ങി നിർത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ ഒരു വീഴ്ച ഘട്ടത്തിൽ നിങ്ങളവരെ താങ്ങിയതുപോലെ അവർക്കിപ്പോൾ നിങ്ങളെ വിട്ടുകളയാൻ, മറ്റൊന്നിനും വേണ്ടി നിങ്ങളെ വിട്ടുകളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവർ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വില കൽപ്പിക്കുന്ന വ്യക്തിയാണ്. മൂല്യമുണ്ട് നിങ്ങൾക്ക്. ധനത്തിൻ്റെ എനർജി റിലേഷനിൽ വായിക്കുകയാണെങ്കിൽ മൂല്യം കൽപ്പിക്കുന്ന വ്യക്തിയാണത്. നിങ്ങളെ ആത്മാർത്ഥത ഉണ്ട്. അത് ഒരിക്കലും മറ്റൊന്നിനും വേണ്ടി ചതിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയാത്തൊരവസ്ഥ, കരയ്ക്കും പോകാൻ വയ്യ, വെള്ളത്തിലും പോകാൻ വയ്യാത്തൊരവസ്ഥ, കണ്ണ് കെട്ടിയൊരവസ്ഥയിലിരിക്കുകയാണ്. 2 ഓപ്ഷനുണ്ട്. ഏത് ചൂസ് ചെയ്യണം? ഒരു ഭാഗത്ത് രണ്ടും പ്രധാനപ്പെട്ടതായിരിക്കണം. നടുക്കിരുന്ന് ഒരുപാട് തീ തിന്നുന്നുണ്ട് അവർ, ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമായിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു തീരുമാനം എടുക്കാനായിട്ടും കഴിയുന്നില്ല. ആക്ഷൻ എടുക്കാമെന്നാണെന്നുള്ള മറുഭാഗത്ത് ചിലപ്പോൾ അത്രയ്ക്ക് പ്രഷർ കാണുമായിരിക്കാം. അതായിരിക്കാം എടുത്തടിച്ചൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കണ്ണ് കെട്ടിയൊരവസ്ഥയിൽ ഇരിക്കുന്നത്. അതെ, ഹൈ പ്രീസ്റ്റേഴ്സ് ആണ്. ഇൻറ്റ്യൂഷൻ പവറുള്ള വ്യക്തിയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ചിന്താഗതിയാണ്. അവരുടെ മനസ്സിൽ നല്ല ചിന്തയാണ് എപ്പോഴും വരുന്നത്. അതനുസരിച്ച് അവർ നല്ല വിദ്യാഭ്യാസമുള്ള എഡ്യൂക്കേഷനായിട്ട് നല്ല എഡ്യൂക്കേറ്റഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുമ്പോൾ. ചിലപ്പം നല്ല രീതിയിൽ പഠനത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം, ടീച്ചറായിരിക്കാം, ഡോക്ടറായിരിക്കാം. ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ചിലപ്പം ശാസ്ത്രജ്ഞനായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഇൻറ്റ്യൂഷൻ പവർ ഉള്ളൊരു വ്യക്തിയാണ്. കഥാകാരനായിരിക്കാം, എഴുത്തുകാരനായിരിക്കാം, ചിലപ്പം കലാകായിക രംഗത്തുള്ളവരായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ഇത്. പക്ഷേ ഇവർ ഒന്നും അങ്ങോട്ട് ഓപ്പൺ മൈൻഡഡ് അല്ല. ഒരുപാട് രഹസ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച് കൊണ്ടുപോകുന്നവരാണ്. ഇവരെ വിശ്വസിച്ച് എന്തും ഏൽപ്പിക്കാം. ഇവരുടെ മനസ്സിലുണ്ടല്ലോ ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചതിക്കത്തില്ല. അത് ഒരു നിധി പോലെ അവർ സൂക്ഷിച്ച് വെക്കും എന്നുള്ളതാണ്. രഹസ്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഇവരെ കഴിഞ്ഞേ ഉള്ളൂ, ഇനി മറ്റാരും എന്നുള്ളതാണ്. ഇവർ മനസ്സിലിരിപ്പോൾ ആർക്കും അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരു നിഗൂഢതയുടെ കലവറയാണ് ഇവർ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവരുടെ മനസ്സിൽ തോന്നുന്ന പവർ അനുസരിച്ചേ ഇവർ മുന്നോട്ട് പോകത്തുള്ളൂ. ഇനി ആന കുത്താൻ വന്നാലും അവർ മറ്റുള്ളവർ പറയുന്നതൊന്നും കേട്ട് ജീവിക്കുന്നവരല്ല എന്നുള്ളതാണ്. അവരുടെ ഇൻറ്റ്യൂഷൻ പവർ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ്. വളരെ പവർഫുള്ളായിട്ടൊരു കാർഡാണ്. മേജർ ആർക്കാന കാർഡാണിത്. ഓക്കെ, അപ്പം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിനകത്ത് 3 ഓഫ് കപ്സ് വരുമ്പോൾ തേർഡ് പാർട്ടി ഒന്നിലധികമോ ഉള്ളവരുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇവർക്കെതിരായിട്ട് നിൽക്കുന്നവരുടെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ ഇവരുടെ ഒരു പ്രഷർ കൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവരുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഈ പ്രഷർ നൽകുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ചിലപ്പോൾ അവരെ വീട്ടുകാരായിരിക്കാം, സ്വന്തം വീട്ടുകാർ തന്നെ ആയിരിക്കും ഇവർക്കെതിരെ നിന്ന് അത് നടക്കത്തില്ല, അത് പറ്റത്തില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇവരും അതനുസരിച്ചാണ്, ഇവർക്കെതിരെയാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പം ഇവരുടെ മനസ്സിലെന്ന് വെച്ചാൽ എനിക്ക് സമാധാനം കിട്ടുന്ന എവിടോട്ടെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. പ്രക്ഷുബ്ധതയിൽ നിന്ന് നിങ്ങളുമായിട്ട് ശാന്തതയിലോട്ട് പോകണം, ഒരുമിച്ച് പോകണം, എവിടെയെങ്കിലും പോയി ജീവിക്കണം, സന്തോഷമായിട്ട് പോകണം, ജീവിക്കണം, അത് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മനസ്സ് എനിക്കിപ്പോൾ വായിക്കാനായിട്ട് പറ്റുന്നത്. അവരുടെ ചുറ്റിലും നടക്കുന്ന സാഹചര്യമായിട്ട് എനിക്ക് നിൽക്കുന്നത്. ഓക്കെ, ബോട്ടമായിട്ട് ഏസ് ഓഫ് സോഴ്സാണ്. അവരൊരു തീരുമാനമെടുക്കും. വീണ്ടും സോഴ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയതും സോഴ്സിൻ്റെ എനർജി, അവസാനം എനിക്ക് കിട്ടുന്നതും സോഴ്സിൻ്റെ എനർജി. ബുദ്ധി കൊണ്ട് കളിക്കുന്നവരവർ, ബുദ്ധിപൂർവ്വമേ നീങ്ങത്തുള്ളൂ. അവർ ക്ലീൻ ഇമേജുള്ള ആൾക്കാരാണ്. ചിലപ്പം എനിക്ക് പറയാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരാണ്. ചിലപ്പോൾ അവരുടെ ഇമേജിനെ കീപ്പ് ചെയ്യുന്നവരാണ്. അവർക്ക് നല്ലൊരു ഇമേജുണ്ട് സമൂഹത്തിൽ. അപ്പം അത് ഇടിഞ്ഞ് വീഴാതെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനാണ് അവർ നോക്കുന്നത്. ക്ലീൻ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തകർന്ന് വീണാൽ ചിലപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് കണക്ക് അവർ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ബുദ്ധിപൂർവ്വം നീങ്ങുന്നത്. ആർക്കും ഒരു കേട് വരാത്ത രീതിയിൽ സക്സസ് ആക്കിയെടുക്കും. അതാണ് ആവേശം, ദേഷ്യം കാണിക്കാതെ നിൽക്കുന്നത്. ഫസ്റ്റ് സോഴ്സിൻ്റെ എനർജി ആണെങ്കിലും സെക്കൻഡ് ബ്ലോക്കേജ് ആയിട്ട് നൈറ്റ് ഓഫ് ഫാൻസ് ആണ്. കാരണം ദേഷ്യം കൊണ്ട് ഒന്നും നേടാനാവത്തില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഹൈ പ്രീസ്റ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ബുദ്ധി കൊണ്ട് കളിക്കുന്നവരാണ്, ബുദ്ധി കൊണ്ട് നീങ്ങുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ ദേഷ്യം കൊണ്ടൊന്നും നേടിയെടുക്കുന്നവരല്ല, തന്ത്രം കൊണ്ട് നേടിയെടുക്കുന്നവരാണ് അവർ. ദേഷ്യം കൊണ്ടൊന്നും നേടാൻ പറ്റത്തില്ലെന്ന് അവർക്കറിയാം. വളരെ നല്ല രീതിയിൽ മൈൻഡുള്ളവരാണ് അവർ. അതുകൊണ്ട് ഷാർപ്പായിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാം. അതുകൊണ്ടാണ് ദേഷ്യം ഉള്ളിൽ ഒതുക്കി ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങുന്നത്. വളരെ ബുദ്ധിയുള്ളവരാണ് ഇവർ. ഇവരോട് ബുദ്ധി കൊണ്ട് കളിക്കാൻ പറ്റത്തില്ല. അപ്പം അവരതിനൊരു ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു വ്യക്തത അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. ഇതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളത്, അർഹമായിട്ടുള്ളൊരു നീതി നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. അതിന് വേണ്ടിയിട്ട് അവർ അവസാനം വരെയും പൊരുതും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളെ ഒരിക്കലും അവർ നിരാശപ്പെടുത്തില്ല. യെസ്, നൈറ്റ് ഓഫ് കപ്സ്. അവർ പതിയെ ഇച്ചിരി താമസം എടുത്താലും അവർ നിങ്ങളുടെ മുമ്പിൽ സ്നേഹവുമായിട്ട് വന്നിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഡിവൈൻ കാണിച്ചു തരുന്ന ഇന്നത്തെ വളരെ നല്ല മെസ്സേജ്. ഓക്കെ, സ്നേഹത്തിന് വേണ്ടി പൊരുതുന്ന കുറച്ച് പേരുടെ മെസ്സേജാണ്. പരസ്പരം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വളരെ നീതിപൂർവ്വം അവരെ ചീറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലൊരു ജെനുവിനായിട്ടുള്ളൊരു വ്യക്തിയുടെ ഒരു എനർജി തന്നെയാണ് എനിക്കിന്ന് ഡിവൈൻ കാണിച്ചു തന്നിരിക്കുന്നത്. എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടേതായിട്ടുള്ള എനർജി ആണെങ്കിൽ മാത്രം നിങ്ങൾ കണക്ട് ചെയ്യുക. ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾ കണക്ട് ചെയ്ത് 1111 എന്ന് കമൻറ്റ് ചെയ്യുക. 1111 എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു ഏഞ്ചൽ നമ്പറാണ്, സൈനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വിജയം കണ്ടെത്താൻ സമയമായി എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഏഞ്ചൽസ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു സൈനാണ് 1111 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പം അത് കാണുന്നുണ്ടെങ്കിൽ മാറ്റത്തിന് സമയമായി എന്ന് തന്നെ നിങ്ങൾ കരുതിക്കോളൂ. ഓക്കെ, അപ്പം ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യുക, ഡിവൈനോട് നന്ദി പറയുക, പോസിറ്റീവ് മൈൻഡോടുകൂടി പീസ്ഫുള്ളായിട്ട് വേണം ഇരുന്ന് കാണാനായിട്ട്. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ഓക്കെ, സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പം മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.